സമ്മതിക്കത്തില്ല ഒരു നിമിഷമായി. ഇപ്പോഴാണെങ്കിലും മോടെ ഇപ്പം നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണാൻ പോയായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ ആദ്യം ജൂനിയർ ഡോക്ടറെ അടുത്താണ് പോയേട്ടോ. അത് കഴിഞ്ഞിട്ട് സീനിയർ ഡോക്ടറോട് വിട്ടു. അപ്പോൾ ജൂനിയർ ഡോക്ടറെ അടുത്ത് പോകാൻ നേരത്ത് ഡോക്ടർ ഹിസ്റ്ററി ചോദിച്ചല്ലോ. അപ്പം കാരണം ഇപ്പം ഇത്രയും നാളായതുകൊണ്ട് നമ്മൾ ഹിസ്റ്ററി ചോദിച്ചപ്പോഴത്തേനും ആദ്യം ഞാനും വെച്ചേം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. കാരണം ആരാ പറയാതെ, കാരണം നമ്മൾ പറഞ്ഞ് കഴിഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ ഇനിയും പറയാൻ വേണ്ടിയിട്ടൊരു ബുദ്ധിമുട്ട് പോലെ കേട്ടോ. കാരണം നമ്മളതൊക്കെ അങ്ങ് മറക്കാൻ നോക്കുക. കാരണം ഇപ്പം കാണുന്ന ഒരു ആകാശം അല്ലായിരുന്നു മോൾക്ക് ആ ഒരു സമയത്ത്. മോൾക്ക് 1.5 വയസ്സിൽ ഇങ്ങനെ ഫിക്സ് വന്ന് ഇങ്ങനെ ആയ സമയത്ത് ഈ കാണുന്ന മോളല്ലായിരുന്നു അവൾ. ഒത്തിരി മോൾ അനുഭവിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് നമുക്കത് ഓർക്കാൻ വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ആദ്യം ഒരു ഡൗട്ട് പോലെ ആര് പറയും ആര് സംസാരിക്കുന്നത്. ലാസ്റ്റ് ഞങ്ങൾ ഹിസ്റ്ററി പറഞ്ഞു കേട്ടോ. അതുമാതിരി കേട്ടോ. എന്തായാലും പുതിയ സബ്സ്ക്രൈബേഴ്സിന് മോളുടെ കാര്യങ്ങൾ അറിയണമല്ലോ, അതുകൊണ്ട് പറയാമെന്ന് ചോദിച്ചപ്പോൾ മോൾക്ക് നമ്മൾ വെക്കേഷന് നാട്ടിൽ പോയതാട്ടോ. നാട്ടിൽ പോയപ്പോൾ അവിടെ ഈ ഏപ്രിൽ സമയത്ത് തന്നെ നല്ല ചൂടായിരുന്നു കേട്ടോ. ആ ചൂട് സമയത്ത് അവൾക്ക് പനി വന്ന് ലാസ്റ്റ് ഫിക്സ് വന്ന്. അപ്പോൾ രാവിലെ ഇവിടെ എഴുന്നേൽക്കുന്ന സമയത്ത് ഒരു കഴുത്ത് ഒരു സൈഡിലോട്ട് തിരിക്കുന്നില്ല. അതായിരുന്നു ആദ്യം വന്ന സിംറ്റം. അപ്പോൾ കഴുത്തൊരു സൈഡിലൂടെ തിരിക്കാതായപ്പോഴത്തേക്ക് നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോൾ അവിടെ കൊണ്ടുപോയി ഞങ്ങൾ പറഞ്ഞു കുഞ്ഞിന് കഴുത്ത് തിരിക്കുന്നില്ല, മോള് കരച്ചിലുമാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല, ചിലപ്പോൾ ഉറക്കത്തിൽ നിന്ന് എഴുതപ്പോൾ കഴുത്ത് വിളിക്കാതായിരിക്കും എന്ന് പറഞ്ഞ് നമുക്ക് ഓയിൽമെൻറ്റും പിന്നെ പനിയുടെ മരുന്നും ആൻറ്റിബയോട്ടിക്കൊക്കെ തന്നിട്ട് നമ്മളെ പറഞ്ഞു വിടുകയാണ് ചെയ്ത്. അങ്ങനെ ഡോക്ടറെ കണ്ട് തിരിച്ച് വീട്ടിൽ വന്നപ്പോഴാണ് മോൾക്ക് ഫിക്സ് സ്റ്റാർട്ട് ചെയ്തത്. ശരിക്കും പറയുവാണെങ്കിൽ ആ സമയത്ത് ഇവിടെ ഉറങ്ങിക്കിടക്കുമായിരുന്നു. ഉറങ്ങിക്കിടന്നപ്പം ഡോക്ടർ കൂടുതൽ ചെക്ക് ചെയ്തതുമില്ല. ഉറങ്ങുന്നെങ്കിൽ ഉറങ്ങിക്കോട്ടെന്ന് കരുതിയിട്ട് മോളെ ചെക്ക് ചെയ്തില്ല. ചിലപ്പോൾ ആ സമയത്ത് അവളെ ഒന്ന് ചെക്ക് ചെയ്തിരുന്നെങ്കിൽ ആ ഡോക്ടർ ഒന്നുകൂടെ ഒന്ന് നോക്കിയിരുന്നെങ്കിൽ, കെയർ എടുത്തിരുന്നെങ്കിൽ നോക്കിയ അവസ്ഥയില്ലായിരുന്നു. തിരിച്ച് വീട്ടിലെത്തിയപ്പോഴാണ് നമുക്ക് ഫിക്സ് വന്നത്. അങ്ങനെ ഫിക്സ് വന്ന് പിന്നെ ഹോസ്പിറ്റലിൽ തിരിച്ചു കൊണ്ടുപോയി. നമ്മൾ ആ കാണിച്ചെടുത്ത് തന്നെ പിന്നെ തിരിച്ചു കൊണ്ടുപോയപ്പോഴാണ് ഡോക്ടർ നോക്കിയപ്പോഴാണ് പറയുന്നത് മോളുടെ സെൻസ് മൊത്തം പോയി. അപ്പോഴത്തേക്ക് തന്നെ മോള് ഫുള്ള് സീരിയസ് ആയി. പിന്നെ തിരിച്ച് അവർ പെട്ടെന്ന് തന്നെ അഡ്മിറ്റ് ആക്കി. പക്ഷെ അവർ നോർമൽ വാർഡിലായിട്ട് ട്രിപ്സൊക്കെ ഇട്ട് എന്തൊക്കെയോ മരുന്നിട്ട്. അപ്പോൾ ട്രിപ്സ് ഇട്ട് കഴിഞ്ഞപ്പോൾ ഇവള് കൈയും കാലും ഇട്ട് അടിക്കാൻ തുടങ്ങി. ഒരു വലത്തെ കാലും വലത്തെ കൈ ഇങ്ങനെ ഇട്ട് അടിക്കാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ ചോദിച്ചു എന്തുകൊണ്ടാണ് ഇങ്ങനെ അടിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇല്ല, അവർ ആ മരുന്ന് കൊടുക്കുന്നതിൻ്റെ റിയാക്ഷൻ കൊണ്ടാണ് ഇടിക്കുന്നത്, അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ പറഞ്ഞ് നമ്മൾക്ക് ഡോക്ടേഴ്സ് പറയണമല്ലോ വേദവാക്യം. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞു. പിന്നെ മൂക്ക് അങ്ങനെ തന്നെ. അപ്പോൾ അന്ന് രാവിലെ ആയിരുന്നു അച്ഛൻ ബാംഗ്ലൂർക്ക് തിരിച്ചു വന്നു നമ്മളെ അവിടെ ആക്കിയിട്ട്. അപ്പോൾ അച്ഛൻ തിരിച്ച് രാത്രി തന്നെ ഹോസ്പിറ്റലിൽ വന്നു കേട്ടോ. അപ്പോൾ ഡോക്ടറെ സെപ്പറേറ്റ് പോയി കണ്ട് എന്താ പ്രശ്നമെന്നൊക്കെ ചോദിച്ചു. പിന്നെ കുഴപ്പമില്ല, നിങ്ങൾ ആ മരുന്ന് കൊടുത്തതിൻ്റെ റിയാക്ഷനാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ അന്നേരം അവൾ പല്ല് കടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അവൾ കണ്ണ് തുറക്കുന്നത് ഞാൻ നോർമലൊന്നും ആയിട്ടില്ലായിരുന്നു. കണ്ണടച്ച് തന്നെ വെച്ചിട്ട് പല്ല് കടിച്ച് വെച്ച് കൈയും കാലും അടിച്ചുകൊണ്ടിരിക്കുമായിരുന്നേ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല അപ്പോൾ അച്ഛൻ ചോദിച്ച് വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണോ, എന്താ പ്രശ്നം കൊണ്ടുപോകണോ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പമില്ല, കൊണ്ടുപോയിട്ട് ഇപ്പോൾ നിങ്ങൾ ഏത് ആശുപത്രി കൊണ്ടുപോയാലും മോൾക്ക് ഇതേ ട്രീറ്റ്മെൻറ്റ് തന്നെ കൊടുക്കുകയുള്ളൂ, നമ്മൾ ഡോക്ടേഴ്സ് പറയുന്നതാണല്ലോ വിശ്വസിക്കുന്നത്. അങ്ങനെ എവിടെ കൊണ്ടുപോയാലും ഈ ട്രീറ്റ്മെൻറ്റ് ഉള്ളൂ, ഇവിടെ തന്നെ മതി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞിട്ട് ഒരു രാത്രി കഴിഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ MRI CT സ്കാൻ എടുത്തു. CT സ്കാൻ എടുത്തപ്പോഴാണ് അതിലെന്തോ ഒരു വേരിയേഷൻ. ആദ്യം ആ ഡോക്ടർ നമ്മളോട് പറഞ്ഞ് CT സ്കാൻ കുഴപ്പമൊന്നുമില്ല, പിന്നെ മോക്ക് ലംബാർ പഞ്ചർ എന്ന് പറയുന്നൊരു ടെസ്റ്റ് ചെയ്യണം, അതിവിടെ പറ്റത്തില്ല, മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ പറ്റുന്നത് തിരുവനന്തപുരത്ത്. അങ്ങനെ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിട്ട് അവിടെ 1 മണിക്കൂറോളം ആംബുലൻസിലാണ് കൊണ്ടുപോയത്. 1 മണിക്കൂറോളം വെയിറ്റ് ചെയ്തപ്പോൾ അവിടുത്തെ ഒരു ആൾ പറഞ്ഞു നിങ്ങളിവിടെ കിടത്തിയിട്ട് കാര്യമില്ല, ഇവിടെ വെന്റിലേറ്റർ ഒഴിവില്ല, മോളെ ഇവിടെ ചുമ്മാ ഇട്ടേക്കണ്ട, നിങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോക്കോ, വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടു. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട്, ഹോസ്പിറ്റലിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. അവിടെ നിന്ന് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോഴാണ് മോനെ വെന്റിലേറ്റർ കയറ്റുവാണ് ഫസ്റ്റ്. അപ്പോൾ 5 ദിവസം മോള് വെന്റിലേറ്ററിലായിരുന്നു. അപ്പോൾ ഡോക്ടേഴ്സ് നമ്മളോട് പറഞ്ഞ് 50-50 ചാൻസാണ് പറഞ്ഞത്, 50% ചാൻസ് ഉള്ളൂ, പിന്നെ ബാക്കി നിങ്ങൾ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഇപ്പം ഞാനതൊക്കെ ഓർക്കുന്നു കേട്ടോ. അന്ന് തുടങ്ങിയ യാത്രയാണ് ഈ 8 വർഷത്തോളം. പിന്നെ അഡ്മിറ്റായി, വെന്റിലേറ്ററായി, പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പ്രാർത്ഥന ഒന്നും പറയാറായിട്ടില്ല എന്ന് പറഞ്ഞു. 4 പ്രാർത്ഥന ഒരുപാട് പേരെടുത്ത് പ്രാർത്ഥന സഹായം ചെയ്തു, ഒരുപാട് വിളിച്ച് പറയുകയൊക്കെ ചെയ്തു. അങ്ങനെ മോളെ വെന്റിലേറ്ററിൽ നിന്ന് ഇറക്കി. 4-5 ദിവസമായപ്പോൾ വെന്റിലേറ്റർ മാറ്റി. പക്ഷേ
വെന്റിലേറ്റർ മാറ്റി മോളെ നമുക്ക് തിരിച്ചു തന്നില്ല, ICU തന്നെയാണ്. പക്ഷെ മോളിങ്ങനെ തളർന്നു കിടക്കുവാണെന്ന് നമുക്ക് അറിയുന്നില്ല കേട്ടോ. നോർമലായിട്ട് കുഞ്ഞു പനി അഡ്മിറ്റായി എന്നൊരു ഇത് മാത്രമേ നമ്മുടെ ഉള്ളിലുള്ളൂ. അപ്പോഴും നമ്മൾ അറിയുന്നില്ല മോള് ഫുള്ള് തളർന്ന് കിടക്കുവാണ്, ഇനി മിണ്ടില്ല, സംസാരിക്കില്ല, നടക്കില്ല എന്നൊന്നും നമ്മൾ അറിയുന്നില്ല. അതൊക്കെ കഴിഞ്ഞു പിന്നെ അവിടെ തന്നെ കെയറിങ് കാര്യങ്ങളൊക്കെ കുറേ ഒരു മാസത്തോളം ഹോസ്പിറ്റലിൽ തന്നെ അഡ്മിറ്റായിരുന്നു. പിന്നെ അവൾക്ക് ഫുഡ് മൂക്കിൽ കൂടെ ആയിരുന്നു ഇട്ടിരുന്നത്. അപ്പോൾ അവർ പറഞ്ഞു മോക്ക് ഫുഡ് കഴിക്കാൻ പറ്റില്ല, മൂക്കിൽ നിന്നാക്കി കഴിഞ്ഞാൽ കുറേ നാൾ മൂക്കിലൂടെ എനിക്ക് ട്യൂബ് ഇടാൻ പറ്റത്തില്ലല്ലോ, അപ്പോൾ പെഗ് ഇടണം, വയറ്റിൽ ട്യൂബ് ഇടണമെന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞ് ഓക്കെ, അന്നെന്ന് വെച്ചാൽ നമ്മുടെ ഡോക്ടേഴ്സ് പറയുന്നത് എന്തും കേൾക്കും. അപ്പോൾ പെഗ് ഇടണമെന്ന് പറഞ്ഞാൽ അപ്പോൾ ഫുഡ് കൊടുക്കുന്നതിന് സേഫാണെന്ന് അങ്ങനെ വയറ്റിൽ ട്യൂബ് ഇട്ട് ട്യൂബിൽ കൂടാണ് ഇവർക്ക് ഫുഡ് കൊടുത്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞുള്ള 5 മാസം വായിക്കൂടെ ഒരു വെള്ളം പോലും കൊടുക്കരുതെന്ന് പറഞ്ഞാൽ നമ്മളൊരു വെള്ളം പോലും കൊടുത്തില്ല. നാട്ടിലത്തെ ചൂടത്ത്, കാരണം ഏപ്രിലാണല്ലേ നടക്കുന്നത്, മെയ് ജൂൺ ജൂലൈ ഒക്കെ ചൂട് സമയമൊക്കെ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് വെള്ളം പോലും കൊടുത്തില്ല. അങ്ങനെ 5 മാസം പിന്നെ ട്യൂബ് എടുക്കാനുള്ള പ്രാർത്ഥനയായി. അങ്ങനെ കുറുക്കുകളൊക്കെ കൊടുക്കാൻ നോക്കിയിട്ടൊന്നും പറ്റിയില്ല. പിന്നെ ഒരു 5-6 മാസത്തോളം ട്യൂബിലായിരുന്നു എല്ലാം കൊടുത്ത്, വായിക്കൂടെ വെള്ളം പോലും കൊടുത്തില്ല. അത് കഴിഞ്ഞതിന് ശേഷം ഒരു നവംബർ ഡിസംബറൊക്കെ ആയപ്പോൾ ചൂട് സഹിക്കാൻ പറ്റാതെ, ചൂട് ഇവർക്ക് പറ്റത്തില്ല എന്നുള്ള അവസ്ഥ. അപ്പോൾ നമുക്കവിടെ ഫുൾ ടൈം നമ്മൾ AC ആട്ടോ, അവിടെ ഒരു വീട് വാടകയ്ക്ക് എടുത്ത് AC വെച്ച് നമ്മളവിടെ താമസിക്കുക. ഫുൾ ടൈം ACയുടെ ബില്ല് തന്നെ 7,000-8,000 വന്നു തുടങ്ങി. ആണ് ഇവിടെ റൂമെന്ന് വെച്ചാൽ നല്ല സ്റ്റെറിലൈസ് ചെയ്ത് ആ റൂമിൽ കയറുന്നവർ വേറെ സെപ്പറേറ്റ് ഡ്രസ്സ് ഇട്ടേ കയറാവൂ, കൈ വാഷ് ചെയ്തും അടുക്കളയിൽ നിൽക്കുന്ന ഡ്രസ്സ് കൊണ്ട് റൂമിൽ അങ്ങനെ ഫുൾ കെയറിങ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ആയി. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തിരിച്ച് ബാംഗ്ലൂർക്ക് വന്നു കേട്ടോ. ആ ചൂട് മോക്ക് സേഫല്ല, അവിടത്തെക്കാട്ടി കുറച്ച് ചൂട് കുറവായിരുന്നു ആ സമയത്ത്. ഇവിടെ ഇപ്പം ചൂടുണ്ട്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ബാംഗ്ലൂർ വന്ന് പിന്നെ കുറേ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ കേട്ടോ. നമ്മുടെ ഫ്ലാറ്റൊക്കെ വിറ്റു, പിന്നെ ഗോൾഡുള്ള എല്ലാം പോയി, ഉള്ള ബാങ്ക് ബാലൻസ് മൊത്തം പോയി. അത് കഴിഞ്ഞിട്ട് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കയറിയുള്ള കാര്യം അറിയില്ല. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ തിരിച്ച് ബാംഗ്ലൂർ വന്ന് വാടകയ്ക്ക് വീടെടുത്ത് പിന്നെ താമസമായി. പിന്നെ AC മേടിച്ച AC തിരിച്ച് ഇവിടെ കൊണ്ടുവരണം, ഇവർക്ക് AC വേണം, ഫിറ്റ് ചെയ്തു. പിന്നെ ബാക്കിയുള്ള ട്രീറ്റ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് മോൾക്ക് ഫസ്റ്റ് ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് മോള് രാവിലെയും വൈകിട്ടും കരഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു കണ്ടിന്യൂ. ഇവിടെ എന്തിനാണ് കരയുന്നതെന്ന് നമുക്കറിയത്തില്ല. അപ്പം നമ്മൾ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടറെ എന്തിനാ കുഞ്ഞ് കരയുന്നതെന്ന് വെച്ചാൽ പറഞ്ഞ് അത് അവിടെ കണ്ടീഷനാണ്, അവിടെ ബ്രെയിനിൻ്റെ പ്രശ്നമാണ്, അവളറിയാതെ അവൾ കരയുന്നതാണ്. എന്താ പറയുക, അതെങ്ങനെ കണ്ടുകൊണ്ടിരിക്കാമെന്ന് എനിക്കറിയത്തില്ല. ആ സമയം എങ്ങനെ കടന്നു പോയി, ഈ സമയം കടന്നു പോകുന്നു ഞാൻ തന്നെ എൻ്റെ മുമ്പത്തുള്ള വീഡിയോ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് ഞാൻ പിടിച്ചിരുന്നത്. ഇപ്പം നമ്മുടെ വീട്ടിലൊരു 6 മാസമായ കുഞ്ഞുണ്ടെന്ന് വിചാരിച്ചോ, ആ കുഞ്ഞ് കരയുന്നത് നമ്മൾ എത്ര നേരം കണ്ടുകൊണ്ടിരിക്കും? നമ്മൾ ആ കുഞ്ഞ് കരഞ്ഞു വിടുമ്പോൾ അതിനെ കരച്ചിലായിട്ടാൻ വേണ്ടി എടുത്തുകൊണ്ട് നടക്കുക, അങ്ങോട്ട് നടക്കുക ഇങ്ങോട്ട് നടക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ഇവളുടെ ഈ കരച്ചിൽ രാത്രിയെന്നില്ല പകലെന്നില്ല കണ്ടിന്യൂ കരഞ്ഞുകൊണ്ടേ ഇരിക്കുക. ഒരു പോംവഴിയില്ല. ഡോക്ടേഴ്സിൻ്റെ അടുത്ത് വെച്ച് ഉറക്കമില്ല. ഡോക്ടേഴ്സിന് വെച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. അവിടെ ബ്രെയിൻ പ്രോബ്ലം അങ്ങനെ, ചില കൊച്ചുങ്ങൾ അങ്ങനെ ബ്രെയിൻ പ്രോബ്ലം വന്നാൽ ചിലപ്പോൾ കണ്ടിന്യൂ കരഞ്ഞുകൊണ്ടിരിക്കും, ചിലപ്പോൾ കണ്ടിന്യൂ ചിരിച്ചുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു, ദൈവമേ ഈ കരഞ്ഞുകൊണ്ടിരിക്കുന്നതിനെ ചിരിച്ചുകൊണ്ടിരുന്നാലും മതിയായിരുന്നല്ലോ തമ്പുരാൻ, ഈ കരച്ചിൽ കാണാൻ വയ്യ. ആ ഒരു അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അതൊക്കെ കടന്നു പോയിട്ടോ. നമ്മൾ രാത്രിയും പകലും കരഞ്ഞുകൊണ്ടിരിക്കുക, നമ്മളത് കരഞ്ഞ് കണ്ടുകൊണ്ടിരിക്കുക. നമ്മൾ കളിപ്പിക്കാനോ ചിരിപ്പിക്കാനോ എന്ത് കോണി കാരണം അത് ആ ബ്രെയിനിൻ്റെ അവസ്ഥയാണ്. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക, കണ്ട് സഹിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ കുറേ അനുഭവം. പിന്നെ അവിടെ വയറ്റിൽ നിന്ന് പോകുന്നില്ല, കോൺസ്റ്റിപ്പേഷൻ ഉണ്ടായിരുന്നു, അതിന് ടാബ്ലറ്റ് വെക്കുക. പിന്നെ രാത്രിയും പോലും ഉറക്കമില്ലാണ്ടിരിക്കുക. മാസങ്ങളോളം അവൾ ഉറങ്ങാതിരുന്നിട്ടുണ്ട്. എന്താ പറയുക, അങ്ങനെയൊക്കെ വല്ലാത്ത അവസ്ഥയായിരുന്നു കേട്ടോ. അതൊക്കെ തരണം ചെയ്ത് ഇവിടം വരെ എത്തിയെന്നറിയാൻ അറിഞ്ഞത് തന്നെ ദൈവത്തിൻ്റെ കൃപ എന്നല്ലാതെ ഒന്നും പറയാനില്ല കേട്ടോ. ഒരു സൈഡിൽ അച്ഛ എല്ലാ ഡോക്ടേഴ്സും ഈ ലോകത്തുള്ള എവിടെയൊക്കെ ന്യൂറോളജിസ്റ്റ് ഉണ്ട് അവിടെ എല്ലാം പോയി കണ്ട് കൺസൾട്ട് ചെയ്ത് എല്ലാം കഴിഞ്ഞു. നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ ചേച്ചിമാരും മമ്മിയും നമ്മളെ എല്ലാവരോടുള്ള പ്രാർത്ഥന ഒരു സൈഡിൽ കൂടെ. അങ്ങനെയൊക്കെയാണ് എൻ്റെ മോൾ ഇത്രയായത്. കാരണം ഞങ്ങൾ ഒരു സമയത്ത് ഫുൾ ടൈം കരച്ചിലും നമ്മളിപ്പം ഞങ്ങൾ ചിന്തിക്കും ഞങ്ങൾക്ക് വട്ട് പിടിച്ചില്ല. വട്ടുണ്ടെന്ന് തോന്നുന്നു, വട്ടുണ്ടായിരിക്കും അറിയില്ല. ഞങ്ങൾക്ക് വട്ട് പിടിച്ചില്ലല്ലോ, ഞങ്ങൾ ഇത്രയെങ്കിലും നല്ല രീതിയിൽ വരുന്നല്ലോ എന്ന്. അതുകൊണ്ട് ബാക്കിയൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. അതിലും ഭയങ്കര കഷ്ടമുള്ള ഒരുപാട് സംഗതി കൂടെ അവക്കടെ ഓരോ സങ്കടങ്ങൾ അതൊക്കെ കഴിഞ്ഞ് എനിക്കതൊന്നും ഓർക്കാൻ താല്പര്യമില്ല കേട്ടോ. പിന്നെ കുറേ പേര് എന്താണെന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ പറയാം. പിന്നെ ഞങ്ങളുടെ ഒരു പ്രാർത്ഥനയും ഒരു പ്രയത്നവും കൊണ്ട് മാത്രമാണ് എൻ്റെ മോളിപ്പോൾ ഫുൾ ടൈം ചിരിയാണ്. കരയൂട്ടോ,
പക്ഷെ അതിൽ നിന്നും ഒത്തിരി മാറ്റമുണ്ട്. ഇനിയിപ്പോൾ ഞാനും കുഞ്ഞും ഞങ്ങൾ കരയില്ല. അപ്പം ഞങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുകയാണ് ഞങ്ങൾ നോക്കുന്നത്. പിന്നെ കുറേ പ്രാർത്ഥന കൂടി, പിന്നെ നമ്മുടെ മൈൻഡ് മാറി. പിന്നെ മോള് ഇപ്പോൾ ഫിസിയോതെറാപ്പി അല്ലാതെ മോൾക്ക് മാർഗ്ഗമില്ല ഞങ്ങൾ ചെയ്തിട്ട്. അപ്പം നമ്മൾ മാക്സിമം ഫിസിയോതെറാപ്പി ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളെ ചിരിപ്പിക്കാൻ നോക്കും. ഇവളെ ഫുൾ ടൈം ഞങ്ങൾ ചിരിപ്പിച്ചുകൊണ്ടിരിക്കും. എന്ന് വെച്ചാൽ അങ്ങനെ തന്നെ ഉണ്ട്. ചിലപ്പോൾ എൻ്റെ വീഡിയോ കാണുമ്പോൾ എനിക്ക് വട്ടാണെന്ന് ചിലപ്പോൾ കുറേ കോക്കറികളൊക്കെ ഞാൻ കാണിക്കുകയാണ്. ഇവള് വെള്ളം കുടിക്കാനും ഫുഡ് കഴിക്കാനും കോക്കറികളാണെങ്കിൽ ചിരിപ്പിക്കും കളിപ്പിക്കും. ഞങ്ങൾ അങ്ങനെയാണ്. ഞാനും ചേച്ചിമാരെല്ലാവരും കൂടി കഴിഞ്ഞ് ഞങ്ങൾ കുറേ പറഞ്ഞ് ഇവളെ ചിരിപ്പിക്കാൻ വേണ്ടി പല കോക്കറികളും കാണിക്കും കേട്ടോ. ആ കോക്കറികൾ പലതും നിങ്ങൾ ചിലപ്പോൾ വീഡിയോയിൽ എൻ്റെ മുഖഭാവത്തിൽ നിന്നൊക്കെ വന്ന് കണ്ടിട്ടോ നിങ്ങൾക്ക് തോന്നി കാണിയത് എന്താ ഈ കോക്കറി കാണിക്കുന്നത്. പക്ഷെ അത് അങ്ങനെയാണ് കേട്ടോ. കാരണം ഇവളെ ചിരിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ എന്ത് കളിയും ഞങ്ങൾ പോക്കറി കളിക്കും, ഭരതനാട്യം കളിക്കും, കുച്ചിപ്പുടി കളിക്കും, അങ്ങനെയൊക്കെ കേട്ടോ. ഫുൾ ടൈം ഇവളെ സന്തോഷിപ്പിക്കുകയാണ് ഇപ്പം ഞങ്ങളുടെ എയിം എന്ന് പറയുന്നത്. അങ്ങനെ മോളിപ്പോൾ ഇത്രയും ഇമ്പ്രൂവ്. പക്ഷെ അവൾക്കുള്ള കഴുത്തുറച്ചിട്ടില്ല, നിൽക്കില്ല, നടക്കില്ല, ഒന്നുമില്ല. പക്ഷെ വിഷമമില്ല. ഇവളിപ്പോൾ ചിരിച്ചോണ്ടിരിക്കുന്നുണ്ടല്ലോ, അവിടെ ചിരിയാണ് ഞങ്ങളുടെ സന്തോഷം. അങ്ങനെയാണ് ഞങ്ങളുടെ ലൈഫ് മുന്നോട്ട് പോകുന്നത്. ഇപ്പം മോൾക്ക് ട്രീറ്റ്മെൻ്റ് ഉണ്ട്, മെഡിസിൻ ഉണ്ട്. ഉറക്കം കുറവാണ്, എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. ഇപ്പോഴാണ് നമ്മുടെ വീട്ടിൽ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. കാരണം ഉറങ്ങാതിരിക്കും, രാത്രിയും പോലും ഉറങ്ങാതെ തളർന്നിരിക്കും. നമ്മുടെ വീട്ടിൽ കുക്കിങ്ങൊക്കെ എത്രയോ ദിവസങ്ങളില്ലായിരുന്നു എന്നറിയാം. പുറത്തുനിന്ന് എന്തെങ്കിലും മേടിക്കാതെ എപ്പോഴെങ്കിലും കഴിക്കും. രാവിലെയെന്നോ ഉച്ചയ്ക്കെന്നോ വൈകിട്ടെന്നോ ഒന്നുമില്ല, കിട്ടുന്ന എപ്പോഴെങ്കിലും വിശക്കുന്ന ചായയെങ്കിൽ ചായ എന്തെങ്കിലുമൊക്കെ ആയിരുന്നു. ഫുൾ ടൈം ഞങ്ങളുടെ വീട്ടിൽ ചില സമയത്ത് ബിസ്ക്കറ്റും ചായയും മാത്രമായിരിക്കും. ഇപ്പോഴാട്ടോ കുക്കിങ്ങൊക്കെ കാര്യങ്ങൾ. ഇപ്പോഴാണ് അതിൽ നിന്ന് കുറേ ലീവ്. കാരണം എൻ്റെ ഈ ഇത്രയും നാളത്തെ ജീവിതത്തിൽ നിന്ന് ഞാൻ പഠിച്ചിരുന്നത് കഷ്ടപ്പാടിന് എന്തായാലും വില കിട്ടും എന്നൊരു ഇത് എനിക്ക് കിട്ടി. കഷ്ടപ്പെട്ടാൽ നമുക്കതിന് പ്രതിഫലം ലഭിക്കും എന്നുള്ളത് സത്യമാട്ടോ. കാരണം അത്രമാത്രം കഷ്ടപ്പെട്ടിട്ട് ഞാൻ ഇപ്പം ആകാശയുടെ അച്ഛനെങ്കിൽ തന്നെയും ഒരു അപ്പൻ എന്നുള്ള നില നല്ലതായിട്ട് കഷ്ടപ്പെടും. കാരണം പുള്ളിക്ക് ഒരുപാട് കുറ്റങ്ങളും കുറവുകളും ഉണ്ടെങ്കിൽ തന്നെയും ഞാനതൊന്നും കാര്യമാക്കണം. പക്ഷെ ഒരു അച്ഛനെന്ന് പറഞ്ഞാൽ അച്ഛൻ ഒരുപാട് ഇപ്പോഴും അവളെ ചിരിപ്പിക്കുകയും കളിപ്പിക്കുകയും എന്ത് ഡാൻസ് കാണിക്കുകയും എന്ത് കോലം കട്ടിയും അവിടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് അതിലൊക്കെ ഞാൻ ഹാപ്പിയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് അടിക്കാൻ മറക്കല്ലേ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ ഞങ്ങളെ തുടർന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പം മോൾക്ക് എന്ത് പറ്റി എന്നുള്ള പുതിയ സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചുകൊണ്ടാട്ടോ ഞാൻ പറഞ്ഞത്. പിന്നെ ഓർക്കുന്ന സാധനങ്ങൾ പകുതി പറഞ്ഞു കേട്ടോ. പകുതിയും മറന്നു പോകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് ആ ദുഃഖകരമായ ജീവിതങ്ങളും അവസ്ഥകളും എനിക്ക് വേണ്ട. അതുകൊണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്, ഞങ്ങളെ മുന്നിൽ സപ്പോർട്ട് ചെയ്യണം. പിന്നെ നല്ലൊരു പ്രതീക്ഷയോടെ ഞാൻ യൂട്യൂബിലാണ്. എനിക്കിതിനെപ്പറ്റി വലിയ അറിയില്ല. ഞാൻ മെയിനായിട്ടും ഒരു നേഴ്സാണ്. ഇപ്പം നേഴ്സിംഗ് ഫീൽഡൊക്കെ വിട്ടിട്ട് കുറേ നാളായി. എനിക്കിപ്പോൾ യാതൊരു പോലും അറിയില്ല. ഇപ്പോൾ ഈ കുഞ്ഞിനായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് അറിയുള്ളൂ. അപ്പം ഞാൻ അങ്ങനെ എൻ്റേതായ ഒരു ഏണിങ്സ് കിട്ടാൻ വേണ്ടി തുടങ്ങിയതാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് അടിക്കാൻ പറ്റാം. അപ്പോൾ ഇത് തീർച്ചയായുള്ളത് 12 മിനിറ്റ് ആയിട്ടോ. നിങ്ങൾ ക്ഷമയോടിരുന്ന് കാണണം. പിന്നെ എനിക്ക് കുക്കിംഗ് പരിപാടി തുടങ്ങണം, മോക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം. അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഓക്കെ, ബൈ.